കൊള്ളാലോ. ക്ഷേത്രത്തിൽ പോയവരാരും മടങ്ങി വന്നില്ലല്ലോ അച്ഛാ. ആ, വസുമതിയും കൂടെ പോയിരിക്കില്ലേ. എത്ര തൊഴുതാലും മതി വരാതെ അവിടെ വന്നോളൂ. ആ, നിന്റെ പ്രയാസമൊക്കെ മാറിയോ? ഇപ്പൊ ആശ്വാസം ഉണ്ടച്ഛാ. രാത്രി മുതൽ തുടങ്ങിയ ശ്വാസതടസ്സ. എനിക്ക് കഴിക്കേണ്ട മരുന്ന് ഏതാണെന്ന് പോലും അമ്മൂനെ അറിയാതെയായി. ബർത്ത്ഡേക്ക് സഞ്ജു കേക്ക് മുറിക്കുമ്പോ ആരായിരിക്കും അവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കുക? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പിടിച്ചു കയറാൻ നിൽക്കണ്ട. അവനറിയാം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇവൻ പറഞ്ഞതിലും കാര്യമില്ലേ ശ്രീദേവി? ഇടതും വലതും രണ്ടുപേരെയും നിർത്താൻ പറ്റുമോ? അമ്മു ആണെങ്കിൽ ഭാര്യ എന്ന നിലയിൽ ഇടിച്ചു കയറാനാണ് നോക്കുന്നത്. ശ്രീകുട്ടിക്ക് പിന്നോട്ട് പോകാനേ പറ്റൂ. അതവക്ക് വലിയ വിഷമമാകും. ശരിയാച്ച. ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് പ്രഭയും കാഞ്ചനയും വിളിക്കാൻ പോലും തയ്യാറായില്ല. ആ, അവരില്ലാത്തത് തന്നെയാ എന്തുകൊണ്ടും നല്ലത്. ആ അമ്മേ, അല്ല അമ്മു ശ്രീകുട്ടി എവിടെ? ശ്രീകുട്ടി അവളുടെ കാറിലല്ലേ വന്നത്. അവള് കൂടുതൽ നേരം നിൽക്കാതെ വണ്ടി എടുത്തോണ്ട് പോയി. അയ്യോ, ഞാൻ കരുതി അവൾ ഇങ്ങോട്ട് വന്നെന്ന്. അല്ല അപ്പൊ അമ്മു എവിടെ? സഞ്ജുവിന്റെ ബർത്ത്ഡേക്ക് ധരിക്കാൻ ഡ്രസ് എടുക്കാൻ പോയിരിക്കുക. ഈശ്വര, ഇത് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് നിൽക്കോ? ശ്രീകുട്ടിയും അവന് ഡ്രസ് എടുക്കുന്ന കാര്യം പറയുന്നത് കേട്ടു. എന്തു തന്നെ ആയാലും സമയം ഒട്ടും നന്നല്ല. അതിന്റെ ലക്ഷണങ്ങൾ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഉണ്ടായി. എന്താ വസുമതി? ഇനി അതിന്റെ പേരിൽ BP കൂട്ടണ്ട. ആ, നീ ചെല്ല്. എന്തു തന്നെ ആയാലും സമയം ഒട്ടും നന്നല്ല. അതിന്റെ ലക്ഷണങ്ങൾ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഉണ്ടായി. ആ, ഞങ്ങളെ പോയിട്ട് വന്നിട്ട് ഞാൻ വിളിക്കാം. ശരി. പിടിക്ക്, നീ തന്നെ അവന് സമ്മാനിക്ക്. ഞാൻ കൊടുത്ത സഞ്ജു സ്വീകരിക്കൂ? നമ്മൾ സമ്മാനിക്കുന്ന എന്തും അവന് 2 കൈയും നീട്ടി സ്വീകരിച്ചേ പറ്റൂ. അതല്ല നമ്മളെ അപമാനിച്ചു വിടാനോ അവൻ ശ്രമിക്കുന്നതെങ്കിൽ പോയതുപോലെ ആവില്ല നമ്മൾ തിരിച്ചു വരുന്നത്. അവൻ അതേപ്പറ്റി നല്ല ബോധ്യമുണ്ട്. വെറുതെ പോയി പിറന്നാൾ സദ്യ കൊണ്ട് വരാനാണോ മമ്മി എന്നെയും കൂട്ടി ഇറങ്ങിയത്? ആർക്ക് വേണം മംഗലശ്ശേരിക്കാരുടെ പിറന്നാൾ സദ്യ? അതെനിക്ക് വിഷമാ. മമ്മി ഇപ്പോഴും മനസ്സിലുള്ളത് പറഞ്ഞില്ല. ഒരു ഭർത്താവും 2 ഭാര്യമാരും. ഭർത്താവിന്റെ ബർത്ത്ഡേ. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്? നീ ടാർഗറ്റ് ചെയ്യേണ്ടത് ലക്ഷ്മിയാണെന്ന് മാത്രം. നമുക്കുള്ള ആയുധം അവിടെ തന്നെയുണ്ട്. അതെടുത്ത് മർമ്മത്ത് പ്രയോഗിച്ചാൽ മതി. നീ വണ്ടി കയറ്.
ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. കാവേരി അപ്പച്ചിയും ദിനേശൻ അങ്കിളിനെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. വരാന്ന് ഉറപ്പൊന്നും പറഞ്ഞില്ല. കാവേരി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെഡ് റെസ്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നേ? അത് ദിനേശങ്ങളും കാവര്യപ്പച്ചി തന്നെയാ. ശ്രീകുട്ടി പ്രഭയും കാഞ്ചനയും വിളിച്ചില്ലേ? ഇല്ല മുത്തശ്ശ. അത് മോശമായിപ്പോയി. മുസമതി, ആ ഫോണിങ് എടുക്ക്. ആ, ഞാൻ രണ്ടുപേരോടും വരാൻ പറയാം. ഞാൻ പോയി മുത്തശ്ശന്റെ ഫോൺ എടുത്തോണ്ട് വരാം. മുത്തശ്ശൻ അവരെ വിളിക്കണ്ട. അമ്മ വരാതിരിക്കുന്നേ നല്ലതെന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ വരുത്തി വെച്ചത് ഞാൻ തന്നെ അനുഭവിക്കണം. ശ്രീകുട്ടി പറയുന്നത് തന്നെ ശരി. വലിയച്ചയ്ക്ക് ഇതൊന്നും കണ്ടുവയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ചടങ്ങ് അലങ്കോലമാക്കാതിരിക്കുന്നതാ നല്ലത്. നിനക്കും തന്നെ മുഴക്കും ഇവിടെന്താ കാര്യം? ഗംഗാധര പണിക്കർ BP കൂട്ടണ്ട. ഞങ്ങൾ വലിഞ്ഞു കയറി വന്നതല്ല, ക്ഷണിച്ചിട്ട് തന്നെയാ വന്നത്. ഇത് കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാ. ഞങ്ങൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. ദക്ഷ മകളെയും കൂട്ടി പോവാൻ നോക്ക്. ക്ഷണിച്ചിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? സഞ്ജുവിന്റെ ബർത്ത്ഡേക്ക് അവന്റെ ഭാര്യ ലച്ചു ക്ഷണിച്ചിട്ടാ ഞങ്ങൾ വന്നത്. ഭാര്യ കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ളവർ. ഭാര്യയെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. നിലവിൽ 2 പേരായി ഈ വീട്ടിലുള്ളത്. അപ്പൊ നീ കൂടി അറിഞ്ഞുകൊണ്ടാണ് അല്ലേടി ഇവളെ മോളെ ഇങ്ങോട്ട് വരുത്തിയത്? ആ, ഇവര് വന്നതിന് അമ്മ എന്റെ തല കയറാനൊന്നും നിക്കണ്ട. 2 കൊച്ചു മരുമക്കളോട് വിളിച്ച് ചോദിക്ക ആരാ ഇവരെ ക്ഷണിച്ചെന്ന്. ഞങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വന്ന് സ്വീകരിച്ചോളും. നിങ്ങളാരും ബുദ്ധിമുട്ടുണ്ട്. ദക്ഷാമയും സഞ്ജനയും വരില്ലെന്ന് ഞാൻ കരുതിയത്. ലച്ചു ആത്മാർത്ഥമായി ക്ഷണിച്ചാ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? ലച്ചു സഞ്ജുവിന്റെ ഭാര്യയായി ഈ വീട്ടിൽ വന്നിട്ട് സഞ്ജുവിന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷായി. മുത്തശ്ശിയെ കൂടി കൂട്ടിക്കൊണ്ടു വരേണ്ടതായിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ല ലച്ചു. ഓ, ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റാ. ലച്ചു തന്നെ സഞ്ജുവിനെ ഏൽപ്പിച്ചാ മതി. ദാ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് ഇതൊക്കെ പതിവുള്ളതല്ലേ. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ നിങ്ങളെ 2 പേരെയും ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ആ
അതിനൊക്കെ സമയമുണ്ടല്ലോ. നിന്റെ ഭർത്താവ് എവിടെ? സഞ്ജുട്ടൻ മേളില. നീ വാലച്ചു, സഞ്ജുവിനെ കൂടി എനിക്കൊന്ന് കാണണം. അതിനിപ്പോ എന്താ, സഞ്ജന വാ. എനിക്ക് കവിതയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കമ്പനിയെ സംബന്ധിച്ച് തന്നെ. ഒരിക്കൽ ഞാൻ അവിടെ വന്ന് പറഞ്ഞതാ. ദക്ഷ വരൂ, എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. അമ്മ ചെയ്തത് തീരെ ശരിയായില്ല. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? മോളെ, ലക്ഷ്യം മോളും അമ്മ ക്ഷണിച്ചതുകൊണ്ട് മാത്രം വന്നതല്ല, കുത്തിത്തെരിപ്പുണ്ടാക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ബോധം നിന്റെ മനസ്സിൽ വേണം. നമ്മളെ അടിക്കാനുള്ള വടി ദക്ഷയ്ക്ക് കൊടുക്കരുത്. ഇത് ഞാൻ സഹിച്ചോളാം മുത്തശ്ശ. സഞ്ജുന്റെ ബർത്ത്ഡേ നടക്കട്ടെ. അമ്മ തന്നെ കൂടെ നിന്നോട്ടെ, ഞാൻ മാറിക്കൊടുക്കാം. മോളെ, മോളെ, പാവം കുട്ടി, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. എവിടെ നിന്നോ കയറി വന്ന ഒരു പെണ്ണിന് വേണ്ടി നിങ്ങളൊക്കെ ഇത്രയും ത്യാഗം സഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഈ കളറ് സഞ്ജുട്ടന് നന്നായി ചേരും. അതാ ഞാൻ ഈ കളറ് തന്നെ വാങ്ങിയേ. ഇനി ഇത് സഞ്ജുട്ടന് ഇഷ്ടാവോ? ഇഷ്ടാവാതെ എവിടെ പോവാനാ? എന്റെ ഇഷ്ടം തന്നെയാ സഞ്ജുവേട്ടന്റെ ഇഷ്ടം. അതെ, ഈ ഡ്രസ്സിൽ സഞ്ജുവേട്ടൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കാണാൻ എന്ത് രസായിരിക്കും. ലച്ചു, ആ സഞ്ജന വാ. എന്താണ് ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. നിന്റെ സഞ്ജുവേട്ടൻ എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നോ? സ്പെഷ്യൽ ഗിഫ്റ്റോ? അല്ല, വിവാഹത്തിന്റെ ആദ്യ നാളുകളല്ലേ, ഇടയ്ക്കിടയ്ക്ക് പ്രിയതമയ്ക്ക് വല്ല സ്പെഷ്യൽ മുത്തവും തന്നോന്ന് അറിയാൻ ചോദിച്ചതാ. ഒന്ന് പോയേ സഞ്ജന. എന്താ അത് പതിവില്ലേ? അത് ഉണ്ട്, പക്ഷേ തൽക്കാലത്തേക്ക് ഞങ്ങളിത് വേണ്ടെന്ന് വെച്ചിരിക്കാം. അതെന്താ? സഞ്ജുവേട്ടന്റെ പേരില് പ്രത്യേകമായിട്ട് എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ബെഡ്റൂമില് ഭാര്യ ഭർത്തക്കന്മാരായിട്ട് കഴിയാൻ പാടുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. ഇപ്പോ ഞാൻ സഞ്ജുവേട്ടന് ഈ സമ്മാനം കൊടുക്കാൻ പോവാ. അതെയോ? അതേന്നേ, ഞാൻ കൊടുക്കാൻ പോകുന്ന ഈ ഡ്രസ്സ് ധരിച്ച സഞ്ജുവേട്ടൻ ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുന്ന. നിന്റെ സഞ്ജുവേട്ടൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, ഇതൊരു പരീക്ഷണം കൂടിയാ. സഞ്ജുവേട്ടന്റെ മനസ്സറിയാനുള്ള ഒരു ട്രിക്ക്. അതെങ്ങനെയാ? പറ, ഞാനൊന്ന് കേൾക്കട്ടെ. ഞാൻ വാങ്ങിയ ഈ ഡ്രസ്സ് സഞ്ജുവേട്ടൻ അറിയാതെ സഞ്ജുവേട്ടന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കും. സഞ്ജുവേട്ടനോട് ഗിഫ്റ്റിന്റെ കാര്യമൊന്നും ഞാൻ പറയില്ല. സഞ്ജുവേട്ടൻ ഈ ഡ്രസ്സാണ് ഞാൻ ഫംഗ്ഷന് വരുന്നതെങ്കിൽ ആ മനസ്സിൽ എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് എനിക്ക് വ്യക്തമാവും.
നിന്റെ സഞ്ജു ഏട്ടൻ ഈ ഡ്രസ് അല്ല ധരിക്കുന്നെങ്കിലോ? എനിക്ക് നല്ല ഉറപ്പുണ്ട്. സഞ്ജന നോക്കിക്കോ, സഞ്ജുവേട്ടൻ ഈ ഡ്രസ് അണിഞ്ഞേ വരൂ. ആ മനസ്സ് എനിക്കറിയാം. ഈ ഡ്രസ് സഞ്ജനയ്ക്ക് ഇഷ്ടായോ? ആ, ഇഷ്ടായി, നന്നായിട്ടുണ്ട്. എന്നാ ഇപ്പൊ തന്നെ ഈ ഗിഫ്റ്റ് സഞ്ജുട്ടന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കട്ടെ. ശരി ശരി, ഹസ്ബൻഡിന്റെ സ്നേഹം അളക്കാനുള്ളതല്ലേ, വേഗം ചെല്ല്. ഇല്ലെങ്കിൽ ചിലപ്പോ ആള് വേറെ ഡ്രസ് മാറി എടുത്തിട്ടാലോ? അയ്യോ, അത് വേണ്ട. അതിനു മുൻപ് ഞാനിത് ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പോവാം. എന്താ സ്വാതി? സഞ്ജു, എനിക്കിത് തീരെ ഇഷ്ടമായിട്ടില്ല. അമ്മ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഞാൻ സഹിക്കുക. പക്ഷെ നമ്മള് ഫാമിലി ആയിട്ട് നടത്തുന്ന ചടങ്ങില് എന്തിനാ അമ്മ ദക്ഷയും സഞ്ജനയും ഇങ്ങോട്ട് ക്ഷണിച്ചത്? അവൾ അവരെ ക്ഷണിച്ചത് നിന്നോട് പറഞ്ഞോ? മമ്മിയും മോളും താഴെ വന്ന് ഇരിപ്പുണ്ട്. അവൾക്ക് അവരൊക്കെ ഇപ്പൊ ബന്ധുക്കളല്ലേ. അകത്തും പുറത്തുമായിട്ട് അമ്മ നമ്മുടെ സ്വസ്ഥത കെടുത്തുവല്ലേ സഞ്ജു. ഉമ്മനെ കൊണ്ട് ഞാൻ സഹി കെട്ടു. അവള് ക്ഷണിച്ചിട്ടല്ല അവര് വന്നത്. നമുക്കത് ക്ഷമിച്ചു കളയാതെ പറ്റുമോ? അങ്ങനെ ക്ഷമിച്ചു കളയാവുന്ന കാര്യമാണോ ഇത്? അവളുടെ ഭർത്താവ് സഞ്ജു ആണെന്നാ അവള് ദക്ഷയോട് പറഞ്ഞിട്ടുള്ളത്. ആ സ്ത്രീ അത് വെച്ച് നമ്മളെ നാണം കെടുത്തില്ലേ? സത്യം ദക്ഷയ്ക്കറിയാവുന്നതല്ലേ. ദക്ഷയിൽ നിന്ന് അമ്മൂനെ അകറ്റാനാണ് നമ്മൾ നോക്കേണ്ടത്. സത്യം പറഞ്ഞ സഞ്ജുന്റെ ബർത്ത്ഡേക്ക് ഞാൻ അച്ഛനും അമ്മയും വിളിക്കാത്തത് അമ്മ ഇടയ്ക്ക് കയറി നിൽക്കുമെന്ന് കരുതിയാ. അങ്ങനെ സംഭവിച്ച അമ്മ എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് അറിയില്ല സഞ്ജു. ഈ ഫംഗ്ഷന് വേണ്ടത് വെക്കേണ്ടതായിരുന്നു. അത് നടക്കട്ടെ സഞ്ജു. അവള് സഞ്ജുവിന് ധരിക്കാൻ എന്താ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയുന്ന കേട്ടു. അവളത് ധരിക്കാൻ സഞ്ജുവിനെ നിർബന്ധിക്കും. അത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവൾക്ക് വാക്ക് തന്നല്ലേ. അല്ല, എന്താ നീ എനിക്ക് വേണ്ടി വാങ്ങി വെച്ചത്? അത് സഞ്ജുന്റെ ടേബിളിന്റെ മുകളില് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഡ്രസ് ബോക്സിന്റെ പുറത്ത് ഒരു ഗ്രീറ്റിംഗും ഉണ്ട്. സഞ്ജു അത് ധരിച്ചു വാ. എന്നാലും ഡ്രസ് എന്താന്ന് പറയില്ലല്ലേ? അതൊരു സർപ്രൈസ്. ആ ചെല്ല്. അമ്മ കയറി വരുന്നതിന് മുമ്പ് സഞ്ജു ഡ്രസ് ചെയ്ത് വാ. ഞാൻ താഴേക്ക് ചെല്ലട്ടെ. അപ്പോ എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. ഇനി സഞ്ജു എത്തിയാൽ മാത്രം മതി. സഞ്ജു റൂമിൽ റെഡിയാവുക. ഇപ്പം എങ്ങെത്തും? ഇന്ന് ഈ ബർത്ത്ഡേ ഫംഗ്ഷന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹ പരീക്ഷണം. അക്കാര്യം ഞാനും അറിഞ്ഞു. നമ്മുടെ സഞ്ജുക്കുട്ടന് സ്നേഹക്കൂടുതൽ ആരോടാണെന്ന് ഈ ഫംഗ്ഷനിൽ വെച്ച് തെളിയിക്കപ്പെടാൻ പോവാ. കവിത എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് സഞ്ജന പറയും. സഞ്ജന മോളോടാ ആ രഹസ്യം പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് കാര്യം പറയേ, കേക്കട്ടെ. നമ്മുടെ ലച്ചു സഞ്ജുവിന് ഇന്നൊരു സ്നേഹ സമ്മാനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വാതിയും സ്വാഭാവികമായും സഞ്ജുവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കില്ലേ?
അത് ശരിക്കും വിലപിടിപ്പുള്ള ഏതോ ഒരു ഡ്രസ്സാന്നാ ഞാൻ അറിഞ്ഞത്. അത് ശരിയാ, നല്ല വിലയുള്ള ഡ്രസ്സാ, അത് ഞാൻ കണ്ടു. അതിട്ടാ സഞ്ജുവിന് നല്ല എക്സിക്യൂട്ടീവ് ലുക്കായിരിക്കും, ഉറപ്പാ. ആരാ പറഞ്ഞേ? ലച്ചു കൊടുത്ത ഡ്രസ്സായിരിക്കും സഞ്ജുവിന് കൂടുതൽ ചേരുന്നത്. മമ്മി പറഞ്ഞതാ ശരി. ലച്ചു കൊടുത്ത ഡ്രസ്സ് ഞാൻ കണ്ടതാ. സഞ്ജുവിനത് നന്നായിട്ട് ചേരും. ഏയ്, അത്രയും വിലപിടിപ്പുള്ള സൂട്ടും കോട്ടും ഇടുന്നതാ സഞ്ജുവിന് നല്ലത്. സഞ്ജു സ്മാർട്ട് അല്ലേ, റിച്ച് ലുക്കായിരിക്കും.